ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ് ബേസിക് സയൻസ് 2023-24 സെക്കൻഡ് ടൈം ഇവാലുവേഷൻ, അതായത് ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബേസിക് സയൻസ് ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫിസിക്സ് ഡിസ്കസ് ചെയ്യാം, ദെൻ നമുക്ക് കെമിസ്ട്രി, ദെൻ ബയോളജി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫിസിക്സ് ഡിസ്കസ് ചെയ്യാം. ആൻസർ എനി 3 questions ഫ്രം 1 to 4 ഈച്ച് ക്യാരി 1 സ്കോർ. അപ്പോൾ എന്താണ് 1 മുതൽ 4 വരെ ഉള്ളതിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക, ഓരോന്നിനും ഓരോ മാർക്ക് വീതം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ്? തന്നിരിക്കുന്നതിൽ കോണ്ടാക്ട് ഫോഴ്സ് ഏതാണ്? മാഗ്നറ്റിക് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് the second pair. അപ്പോൾ ഫസ്റ്റ് പെയർ എന്താ? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു m/s² ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി എന്ത് വരും? kg/m³ എന്ന് വരും. ഓക്കെ, ഈ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ 24 cm? 24 cm റേഡിയസ് വരുന്ന ഒരു സ്ഫെറിക്കൽ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? അതിൻ്റെ പകുതിയായിരിക്കും, അതായത് 12 cm. ഈ നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ, 3 magnets are depicted. Iron nails are attracted to the pole of each magnet. Choose the correct picture. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഏതാണ് ഇതിൽ കറക്റ്റായിട്ട് വരിക? അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്? ആൻസർ എനി 4 questions ഫ്രം 5 to 9 ഈച്ച് ക്യാരീസ് 2 scores. 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക, ഓരോന്നിനും 2 മാർക്ക് വീതം. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൻ ബിലോ ആർ സം സിറ്റുവേഷൻ വേർ ഫ്രിക്ഷൻ ക്യാൻ ബി ബെനിഫിഷ്യൽ ഓർ നോൺ ബെനിഫിഷ്യൽ. ടാബ്ലേറ്റ് ദം സ്യൂട്ടബിളി. എന്താണ്? ഫ്രിക്ഷൻ ഈസ് ബെനിഫിഷ്യലും ഫ്രിക്ഷൻ ഈസ് നോൺ ബെനിഫിഷ്യലുമായിട്ട് ക്ലാസിഫൈ ചെയ്യുക. റൈറ്റിംഗ് ഇൻ എ നോട്ട്ബുക്ക് വിത്ത് എ പെൻ, വെയർ ആൻഡ് ടിയർ ഓഫ് മെഷീൻസ്, ഹോൾഡിംഗ് ഒബ്ജെക്റ്റ്, ഫ്യൂവൽ ലോസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഫ്രിക്ഷണൽ ഈസ് ബെനിഫിഷ്യലിൽ വരിക? ഫ്രിക്ഷണൽ ഈസ് ബെനിഫിഷ്യലിൽ റൈറ്റിംഗ് ഇൻ എ നോട്ട്ബുക്ക് വിത്ത് എ പെന്നും അതുപോലെ തന്നെ ഹോൾഡിംഗ് ഒബ്ജക്റ്റും വരും ബെനിഫിഷ്യലിൽ. ബാക്കി വിയർ ആൻഡ് ടിയർ ഓഫ് മെഷീൻസും അതുപോലെ തന്നെ ഫ്യൂവൽ ലോസും ഏതിൽ വരും? ഫ്രിക്ഷൻ ഈസ് നോൺ ബെനിഫിഷ്യലിൽ വരും. ഓക്കെ, then ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ബിലോ. ബോത്ത് ബീക്കർ കണ്ടെയ്ൻ ദ സെയിം വോളിയം ഓഫ് വാട്ടർ. അപ്പോൾ 2 ബീക്കറിലും സെയിം എമൗണ്ട് ഓഫ് വാട്ടർ ആണ്, എയിലും ബിയിലും. വിച്ച് ബീക്കർ എക്സ്പീരിയൻസസ് മാക്സിമം പ്രഷർ ഓഫ് ദ അറ്റ് ദ ബോട്ടം. അപ്പോൾ താഴെ ഏറ്റവും കൂടുതൽ പ്രഷർ ഏത് ബീക്കറിലാണ് ഉണ്ടായിരിക്കുക? അപ്പോൾ ഏത് ബീക്കറിലാണ്? ബീക്കർ എക്കായിരിക്കും. ദെൻ ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്തുകൊണ്ടാണ്? ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ് കോളം ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് of a concave mirror is shown below. Redraw the diagram and mark the principal focus by tracing the reflected rays. അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഈ റെഡ് മാർക്ക് ചെയ്ത സ്ഥലത്താണ് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്, റീഡ്രോ ചെയ്യേണ്ടത്. ഈ നെക്സ്റ്റ്, ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ മിറർ റിയൽ ഓർ വിർച്വൽ? ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ഫോക്കസ് റിയൽ ആണോ വിർച്വൽ ആണോ എന്നാണ്. റിയൽ ആണ്. ഇറ്റ് ഈസ് പോസിബിൾ ടു മേക്ക് ദ റേസ് ഓഫ് ലൈറ്റ് ഫോൾ ഓൺ ദ സ്ക്രീൻ ബൈ ഫോക്കസിങ് ദം അറ്റ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ കോൺകേവ് മിറർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. Then question number 8, a stone thrown vertically up from A travel 4 meter in straight line reaches B and return to A. അപ്പോൾ ഒരു സ്റ്റോൺ മേലേക്ക് ഇട്ടു, ബിക്ക് എത്തി, ദെൻ താഴേക്ക് വന്ന പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ദ സ്റ്റോൺ? ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പോൾ സ്റ്റോണിൻ്റെ എത്രയാണ്? അപ്പോൾ മേലേക്ക് പോയി 4 മീറ്ററും ദെൻ താഴേക്ക് വന്ന് 4 മീറ്ററും. അപ്പോൾ 8 മീറ്റർ. സെൻറ്റിമീറ്റർ എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്, അല്ല 8 മീറ്റർ ആണ്. 8 മീറ്റർ. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി സ്റ്റോൺ? അപ്പോൾ ഈ സ്റ്റോണിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? മേലേക്ക് പോയി തിരിച്ച് അതേ പോയിന്റിലെല്ലാം വന്നു. അപ്പോൾ സ്റ്റോണിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഈ നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ, വാട്ടർ ഈസ് യൂഷ്വലി യൂസ്ഡ് ടു എക്സ്റ്റിംഗ്വിഷ് എ ഫയർ. ഈസ് ദിസ് മെത്തേഡ് ആപ്ലിക്കബിൾ വെൻ പെട്രോൾ ഓർ ഡീസൽ ക്യാച്ചസ് ഫയർ ബൈ? എന്താണ്? വാട്ടർ ഈസ് യൂഷ്വലി യൂസ്ഡ് ടു എക്സ്റ്റിംഗ്വിഷ് ഫയർ. അപ്പോൾ ഫയർ കെടുത്താൻ വേണ്ടിയിട്ട് യൂഷ്വലി നമ്മൾ വാട്ടറാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ മെത്തേഡ് പെട്രോളിലും അതുപോലെ തന്നെ ഡീസലിലും ഒക്കെ ഫയർ പിടിച്ചാൽ അപ്ലിക്കബിൾ ആണോ? വൈ?
The density of petrol or diesel is less than that of water. So petrol, diesel float above the water. Hence, if water is used to extinguish fire, it causes the fire spread more. അപ്പോൾ എന്താണ് ഫയർ കൂടുതലായിട്ട് കത്തിപ്പിടിക്കുകയാണ് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ എനി 3 questions from 10 to 13 ഈച്ച് ക്യാരീസ് 3 scores. എന്താണ് 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക, ഓരോന്നിനും 3 മാർക്ക് വീതം. then ആദ്യത്തെ ചോദ്യം 10th question, write down the reasons for the following statement. അപ്പോൾ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിന് റീസൺസ് എഴുതുക. ഇറ്റ് ഈസ് ഈസിയർ ടു മൂവ് എൻ ഒബ്ജക്റ്റ് ബൈ റോളിംഗ് ദാൻ സ്ലൈഡിങ്. അപ്പോൾ സ്ലൈഡ് ചെയ്യുന്നതിനേക്കാൾ റോൾ ചെയ്യാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ എന്തുകൊണ്ടാണ് റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ? നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ആസ്ട്രോണറ്റ്സ് വിയർ സ്പെഷ്യലി ഡിസൈൻഡ് സ്യൂട്ട്സ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? ദർ ഈസ് നോ എയർ പ്രഷർ ഇൻ ദ സ്പേസ്. സ്പേസ് സ്യൂട്ട് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം ദ സിറ്റുവേഷൻ. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, സ്യൂയിങ് നീഡിൽസ് ആർ മെയ്ഡ് വിത്ത് ഷാർപ്പ് ടിപ്സ്. അതെന്താണ്? അതെന്തുകൊണ്ടാണ് അങ്ങനെ മെയ്ഡ് ചെയ്തിട്ടുള്ളത്? വെൻ ദ ഏരിയ ഓഫ് ദ ടിപ്പ് ഓഫ് ദ നീഡിൽ ഡിക്രീസസ് ദെൻ പ്രഷർ ഇൻക്രീസസ്. The 11th question, a magnet compass make use of directional property of a magnet. Why does the magnet needle of the compass always come to rest in north-south direction? എന്താണ്? Due to the influence of earth magnet. In next B question, is it possible to find the north-south direction if the magnetic needle is placed inside a soft iron case? Why? No, the permeability of the soft iron case prevents the needle from moving inside the case. Okay. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. The picture below shows the reflection of a light ray from a plane mirror on is the normal at the point of incident O. Then a question, then ആദ്യം ആ ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്യുക, കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ എ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. എന്താണ് എ ക്വസ്റ്റ്യൻ? വിച്ച് ഈസ് ദ ഇൻസിഡൻറ്റ് റേ. അപ്പോൾ ഇതിൽ ഏതാണ് ഇൻസിഡൻറ്റ് റേ? ഇൻസിഡൻറ്റ് റേ? PO എന്ന് പറയുന്നതാണ് ഇൻസിഡൻറ്റ് റേ. ദെൻ ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 40 degree, വാട്ട് വിൽ ബി ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 degree ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും? ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 40 degree തന്നെയായിരിക്കും. സ്റ്റേറ്റ് ദ ലോ ദാറ്റ് ഹെൽപ്പ് യു ടു അറൈവ് ദിസ് കൺക്ലൂഷൻ. അപ്പോൾ ഈ കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി നിങ്ങളെ സഹായിച്ച ലോ ഏതാണ്? ഏത് ലോ ആണ്? ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ലോ ഓഫ് റിഫ്ലക്ഷനിൽ എന്താണ് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13. സ്യൂട്ടബിളി മാച്ച് കോളം ABC. എയും ബിയും സിയും കൂടി മാച്ച് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പോൾ എന്ത് വരും? ബിയിൽ വർക്ക്സ് ഓൺ ഇലക്ട്രിസിറ്റി വരും. ദെൻ സി മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇനി നെക്സ്റ്റ് സോഫ്റ്റ് അയൺ എന്ത് വരും? ഗ്രേറ്റ് സസെപ്റ്റിബിലിറ്റി വരും. ദെൻ അതിൻ്റെ ഹയർ എബിലിറ്റി ടു ഗെറ്റ് മാഗ്നറ്റൈസ്ഡ് വരും. ദെൻ ലാസ്റ്റ് വൺ സ്റ്റീൽ, ഗ്രേറ്റർ റിറ്റൻറ്റിവിറ്റി, ദെൻ ഹയർ എബിലിറ്റി ടു റീറ്റെയിൻ മാഗ്നറ്റിസം അക്വയർഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫിസിക്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കെമിസ്ട്രി ഡിസ്കസ് ചെയ്ത് നോക്കാം. ദെൻ കെമിസ്ട്രി, ആൻസർ എനി 3 questions from 1 to 4, 1 score each. അപ്പോൾ 1 മുതൽ 4 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക, ഓരോ മാർക്ക് വീതം, ഓരോന്നിനും ഓരോ മാർക്ക് വീതം. വിച്ച് among the following is a chemical change? Water becoming water vapor, explosion of crackers, melting of wax, cutting of wood. അപ്പോൾ ഇതിൽ ഏതാണ് കെമിക്കൽ ചേഞ്ച്? ഏതാണ്? എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്. നെക്സ്റ്റ്, മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ ഫയർ വയേഴ്സ്. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ്. എന്താണ് ഈ പ്രോപ്പർട്ടീനെ പറയുന്ന പേര്? ഡക്റ്റിലിറ്റി. ഈ നെക്സ്റ്റ് മൂന്നാമത്തെ, വിച്ച് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു സെപ്പറേറ്റ് കമ്പോണൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ഇഥനോൾ മെത്തനോൾ മിക്സ്ചർ? ഏതാണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ദെൻ നാലാമത്തെ, ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ് സ്യൂട്ടബിളി. മിൽക്ക് കൊളോയിഡ്. അങ്ങനെയാണെങ്കിൽ മഡി വാട്ടർ എന്തായിരിക്കും? മഡി വാട്ടർ സസ്പെൻഷൻ ആയിരിക്കും. Then അടുത്ത ക്വസ്റ്റ്യൻ, ആൻസർ എനി 4 questions from 5 to 9 each carries 2 scores. അപ്പോൾ 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക, ഓരോന്നിനും 2 മാർക്ക് വീതം. Then a question, which gas is formed when sodium react with water? സോഡിയം വാട്ടറുമായി റിയാക്ട് ചെയ്താൽ ഏത് ഗ്യാസാണ് ഫോം ചെയ്യുക? ഏതാണ്? ഹൈഡ്രജൻ. Then b question, which among the following metals does not react with water? പൊട്ടാസ്യം, കോപ്പർ, കാൽസ്യം. ഇതിൽ വാട്ടറുമായി റിയാക്ട് ചെയ്യാത്തത് ഏതാണ്? കോപ്പർ.
ആറാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. എൻഡോതെർമിക്കും എക്സോതെർമിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി ലിബറേറ്റഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ ആണ്. ദെൻ എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദി റിയാക്ഷൻ ബിറ്റ്വീൻ സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് Zn+2HCl എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫോം ആവും? Zn+2HCl gives ZnCl2 plus H2. ഈ നെക്സ്റ്റ് ബട്ടർ മിൽക്ക് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ അലുമിനിയം വെസൽസ്. വാട്ട് ഈസ് ദ റീസൺ? ബട്ടർ മിൽക്ക് അലുമിനിയം വെസലിൽ സ്റ്റോർ ചെയ്യില്ല. എന്തുകൊണ്ടാണ്? ബട്ടർ മിൽക്ക് കണ്ടെയ്നിങ് ലാക്റ്റിക് ആസിഡ് വിച്ച് റിയാക്ട് വിത്ത് അലുമിനിയം ആൻഡ് എഫക്റ്റ് അവർ ഹെൽത്ത് ബാഡ്ലി. എന്താണ്? ബട്ടർ മിൽക്കിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്, അത് അലുമിനിയമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് എട്ടാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് പ്രസൻറ്റ് ഇൻ സോഡ വാട്ടർ. സോഡ വാട്ടറിൽ പ്രസൻറ്റ് ആയിട്ടുള്ള സൊല്യൂട്ടും സോൾവെൻറ്റും. അപ്പോൾ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ CO2വും അതുപോലെ തന്നെ സോൾവെൻറ്റ് വാട്ടറുമാണ്. ഇനി നെക്സ്റ്റ് ഒമ്പതാമത്തെ ചോദ്യം. Take some silver bromide in 2 dry watch glasses. Wrap one of them with black paper. Keep both of them in sunlight for some time. ഇനി a question. In which water glass does the color of silver bromide changes? അപ്പോൾ സിൽവർ ബ്രോമൈഡ് ചേഞ്ച് ആവുക ഇതിൽ ഏത് വാച്ച് ഗ്ലാസ്സിലാണ്? ഏതിലാണ്? The watch glass which is wrapped with a black paper. Which form of energy is responsible for this chemical change? അപ്പോൾ ഏത് എനർജിയാണ് ഈ കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കുന്നത്? ലൈറ്റ് എനർജി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ എനി 3 questions from 10 to 30, 3 scores each. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ? സിമ്പിൾ ഓഫ് സോഡിയം ഈസ് Na. റൈറ്റ് ദ ലാറ്റിൻ നെയിം ഓഫ് ഇറ്റ്. അതിൻ്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് എന്താണ്? നാട്രിയം ആണ്. ഇനി നെക്സ്റ്റ് H ഈസ് ദ സിമ്പിൾ ഓഫ് ഹൈഡ്രജൻ. വാട്ട് ഡു 5H2 ആൻഡ് 5H ഇൻഡിക്കേറ്റ്? 5H2 എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് 5 molecules ഓഫ് ഹൈഡ്രജനും ദെൻ 5H2 എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് 5 molecules ഓഫ് ഹൈഡ്രജനും 5H എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് 5 atoms ഓഫ് ഹൈഡ്രജനുമാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. Then 11th question, what is electroplating? Electroplating എന്ന് പറഞ്ഞാൽ എന്താണ്? Electroplating is the process of coating a metal over another metal by passing electricity. ഒരു മെറ്റലിൻ്റെ മേലെ അനദർ മെറ്റൽ കോട്ട് ചെയ്യുക, ഇലക്ട്രിസിറ്റി വഴി കോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ സൊല്യൂഷൻ യൂസ്ഡ് ടു ഇലക്ട്രോപ്ലേറ്റ് കോപ്പർ ഓൺ ആൻ അയൺ ബാങ്ക്? അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ എന്താണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. ഈ നെക്സ്റ്റ് വിച്ച് ഇസ് ദ സെൽ യൂസ്ഡ് ഇൻ ലാപ്ടോപ്സിൽ യൂസ് ചെയ്യുന്ന സെൽ ഏതാണ്? ലിഥിയം അയൺ സെൽ. ഈ നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ നോക്കാം. Write the procedure of an experiment to identify the factors which favor the rusting of iron. Write the procedure of an experiment. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റസ്റ്റിംഗ് ഓഫ് അയൺ ഈസ് കോസ്ഡ് ബൈ എന്തിലൊക്കെയാണ് കോസ് ചെയ്യുക? റിയാക്ഷൻ വിത്ത് വാട്ടർ, റിയാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ, റിയാക്ഷൻ വിത്ത് സോൾട്ട്. ഇനി സജസ്റ്റ് വൺ മെത്തേഡ് ടു പ്രിവെൻറ്റ് റസ്റ്റിംഗ് ഓഫ് അയൺ. അപ്പോൾ ഈ റസ്റ്റിംഗ് ഓഫ് അയൺ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്താണ്? ബൈ അപ്ലൈയിങ് ഓയിൽ, ഗ്രീസ് ഓർ പെയിൻറ്റ്. അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത് വഴി എന്താണ്? റസ്റ്റിംഗ് ഓഫ് അയൺ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? അപ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷനും സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? A solution which containing maximum amount of solute is called a saturation solution, and a solution which contains more than the maximum amount of solute that is capable of being dissolved is given in temperature. അതാണ് എന്ത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? റൈറ്റ് 2 factors that influence the solubility. സൊല്യൂബിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്, നേച്ചർ ഓഫ് ദ സൊല്യൂട്ടും അതുപോലെ തന്നെ ടെമ്പറേച്ചറും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു കെമിസ്ട്രിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വൺ ബയോളജി ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി ബയോളജി നോക്കാം. ആൻസർ ഇനി 3 questions from 1 to 4 ഈച്ച് ക്യാരി 1 scores. അപ്പോൾ എന്താണ്? 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക, ഓരോന്നിനും ഓരോ മാർക്ക് വീതം. then ആദ്യത്തെ ചോദ്യം നോക്കാം.
Find the odd one, write the common features of others. എന്താണ് ബോറ്, ജംനാപാരി, അട്ടപ്പാടി ബ്ലാക്ക്, നീലി രവി. അപ്പോൾ ഇതിൽ ഏതാണ് ഓഡ് വണ്ണ്, ബാക്കിയുള്ളതിൻ്റെ സവിശേഷത എന്താണ്? അപ്പോൾ ഓഡ് വണ്ണ് നീലി രവിയാണ്. അതെന്തുകൊണ്ടാണ്? അതേഴ്സ് ആർ വെറൈറ്റീസ് ഓഫ് ഗോട്ടിൻ്റെ വെറൈറ്റീസ് ആണ് ബാക്കിയുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം. Identify the word pair relation and fill up 6 kingdom classification കാൾ വൂസ്. അങ്ങനെയാണെങ്കിൽ 5 kingdom classification ആരാണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ. ഇനി നെക്സ്റ്റ് ഡോഗ്, കാനിസ് ഫെമിലിയാറിസ്. അങ്ങനെയാണെങ്കിൽ വോൾഫ് എന്തായിരിക്കും? കാനിസ് ലൂപ്പസ്. എന്താണ്? കാനിസ് ലൂപ്പസ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം. Correct the mistake if any in the underline part of the given statement. അപ്പോൾ അണ്ടർലൈൻ പാർട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റി എഴുതാം. ദെൻ ആദ്യത്തെ നമുക്ക് നോക്കാം. എന്താണ്? സയൻറ്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഈസ് നോൺ ആസ് കറികൾച്ചർ. എന്താണ്? കറികൾച്ചർ അല്ല, ഹൊറികൾച്ചറാണ്. അപ്പോൾ ഹൊറികൾച്ചർ. ഓക്കെ, അപ്പോൾ അവിടെ മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ അത് തിരുത്തി എഴുതുക. ദെൻ ബി ക്വസ്റ്റ്യൻ, മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് ഇൻ ന്യൂട്രിയൻസ് സൊല്യൂഷൻ ഈസ് നോൺ ആസ് ഹൈഡ്രോഫോണിക്സ്. ഹൈഡ്രോഫോണിക്സ് എന്നല്ല, ഹൈഡ്രോഫോണിക്സ്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, അപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിൻസ് അബൌട്ട് സം ഓർഗാനിസംസ് ആർ ഗിവൻ ബിലോ. നെയിം ദ കിങ്ഡം ടു വിച്ച് ദിസ് ഓർഗാനിസംസ് ഡസ് ബിലോങ്സ്. അപ്പോൾ ഇത് ബിലോങ് ചെയ്യുന്ന കിങ്ഡം ഏതാണ്? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തെ ഓട്ടോട്രോഫിക് മൾട്ടി സെല്ലുലാർ നോൺ മോട്ടൈൽ ഓർഗാനിസംസ്. അപ്പോൾ ഇത് ബിലോങ് ചെയ്യുന്നത് ഏതാണ്? പ്ലാന്റേ ആണ്. ദെൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്ത് എ ന്യൂക്ലിയസ്. അപ്പോൾ അതെന്ത് വരും? അത് പ്രോട്ടിസ്റ്റ. ഏതാണ്? പ്രോട്ടിസ്റ്റ. Then in the അടുത്ത സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ്, ആൻസർ any 4 questions from 5 to 9, each carry 2 scores. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം നോക്കാം. സയൻറ്റിഫിക് നെയിം ഓഫ് പ്ലാന്റ് ഈസ് മാഞ്ചിഫെറ ഇൻഡിക്ക. വാട്ട് ഡസ് the term and the second term refer in the scientific name? അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും റെഫർ ചെയ്യണത് എന്താണ്? അപ്പോൾ മാഞ്ചിഫെറ എന്ന് പറഞ്ഞാൽ ജീനസും ഇൻഡിക എന്ന് പറഞ്ഞാൽ സ്പീഷ്യസുമാണ്. ഓക്കെ, write the scientific name of naming and write the scientific method of naming an organisms. അപ്പോൾ ഒരു ഓർഗാനിസംസിനെ നെയിം ചെയ്യാനുള്ള സയൻറ്റിഫിക് മെത്തേഡ് എന്താണ്? അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിങ് ആൻ ഓർഗാനിസംസ് ഈസ് ടേംഡ് ആസ് എന്താണ്? ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇനി നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ആൻഡ് ഐഡൻറ്റിഫൈ ദ പാത്തോജൻ ആൻഡ് റൈറ്റ് ഇറ്റ്സ് നെയിം. ഈ പാത്തോജൻ ഏതാണ്? അതിൻ്റെ പേരെന്താണ്? എന്താണ്? വൈറസ് ആണ്. ദെൻ നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് പാത്തോജൻ ക്യാൻ സ്പീഡ് അപ്പ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസസ് ദാറ്റ് ദേ കോസ്. എന്താണ്? as it is a cellular and multiplies using materials present in host cell. It multiplies rapidly and destroy host cell and enter into new cell, which leads in the rapid spread of diseases. അപ്പോൾ ഇങ്ങനെയാണ് ഡിസീസ് സ്പ്രെഡ് ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. Then question number 7, write 2 main ideas that can be present in a seminar about the topic role of online organisms in agriculture marketing. അപ്പോൾ അതിൽ വരുന്നത് helps to identify customers for quality organic products and ensure higher prices to share experiences and knowledge. അപ്പോൾ ഈ ടോപ്പിക്കൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, select the statement from the given box that related to the application of microbial fertilizers in agriculture. അപ്പോൾ എന്തൊക്കെയാണ്? കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് യൂസ്ഡ് റെഗുലർലി, ensure adequate irrigation, ensure the presence of biofertilizers in the soil, apply chemical fertilizers properly. അപ്പോൾ ഇതിൽ എന്ത് വരും? ensure adequate irrigation, അതുപോലെ തന്നെ ensure the presence of biofertilizers in the soil. ഈ നെക്സ്റ്റ് 9ാമത്തെ ചോദ്യം, a flowchart illustrating the organization of organisms is given below. Correct mistake if any. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാനാണ്. അപ്പോൾ സെല്ല്, ഓർഗാനിക് സെല്ല്, പോപ്പുലേഷൻ, ടിഷ്യൂ, ഓർഗാനിസം, ഓർഗൻ, കമ്മ്യൂണിറ്റി. അപ്പോൾ ഇങ്ങനെയല്ല വരിക. സെല്ല്, ദെൻ ടിഷ്യൂ വരും, ദെൻ ഓർഗന് വരും, ദെൻ ഓർഗാനിസം വരും, ദെൻ പോപ്പുലേഷൻ വരും, ദെൻ കമ്മ്യൂണിറ്റി വരും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. Then question number 10, answer any 3 questions from 10 to 13, each carry 3 scores. അപ്പോൾ 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക, ഓരോന്നിനും 3 മാർക്ക് വീതം. Then 10ാമത്തെ ചോദ്യം, complete the table by writing the different taxonomic
level of cat according to the 6 kingdom classification. അപ്പോൾ എന്താണ് ഡൊമൈൻ, യൂക്കാരിയ, കിങ്ഡം, ഫൈലം, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിട്ടുപോയടുത്ത് പൂരിപ്പിക്കാം. അപ്പോൾ ആദ്യത്തെ കിങ്ഡത്തിൻ്റെ അവിടെ എന്താ വരിക? ക്ലാസ് എന്ന് വരും. ദെൻ ഫൈലം എന്താണ്? കിങ്ഡത്തിൻ്റെ അവിടെ എന്താ വരിക? കിങ്ഡത്തിൻ്റെ അവിടെ ഏതാണ് വരിക? കിങ്ഡം അനിമാലിയാണ്. കിങ്ഡം അനിമാലിയ. ദെൻ ഫൈലം എന്ത് വരും? ഫൈലത്തിൻ്റെ അവിടെ കോർഡേറ്റ. ഫൈലം ഏതാണ്? കോർഡേറ്റ. ദെൻ മമേലിയ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് വരും? അതെന്താണ്? മമേലിയ ക്ലാസ് ആണ്. ദെൻ ക്ലാസ് എന്ന് വരും. ദെൻ ഓർഡർ ഏത് ഓർഡറാണ്? കാർണിവോറ. ദെൻ ജീനസ് എന്ത് വരും? ഓർഡർ കാർണിവോറ. ദെൻ ഫാമിലി, ഓർഡർ കഴിഞ്ഞാൽ ഫാമിലിയാണ്. ഫാമിലി എന്ത് വരും? ഫാമിലി ഫെലിഡേ വരും. ദെൻ ജീനസ് എന്ത് വരും? ജീനസ് ഫെലിസ് വരും. ദെൻ സ്പീഷീസ് ഡൊമസ്റ്റിക്കസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. Then question number 11, tabulate the given information related to modern farming methods suitably. Give appropriate heading. The soil is covered with polythene sheet. Temperature and moisture is constantly regulated. The crop field is completely or partially covered by transparent polythene sheet. Suitable crop is selected by studying the amount of nutrients, pH and water availability of the soil. Then A, B രണ്ട് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയിൽ എന്ത് വരും? എ പ്രിസിഷൻ ഫാമിംഗ് എന്നും ബി എന്നിടത്ത് പോളി ഹൗസ് ഫാമിംഗ് എന്നും വരും. ആൻഡ് പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ അടിയിൽ ദ സോയിൽ ഈസ് കവേർഡ് വിത്ത് പോളിത്തീൻ ഷീറ്റും അതുപോലെ തന്നെ suitable crop is selected by studying the amount of nutrients, pH and water availability in the soil in vary. Then polyhouse farming in the adile, the crop field is completely or partially covered by transparent polythene sheet. അതുപോലെ തന്നെ temperature and moisture is constantly regulated ഉം വരും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. Then question number 12, complete the illustration suitably. ഈ illustration suitable ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബോണ്, കണക്റ്റീവ് ടിഷ്യൂ, ബ്ലഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? കണക്റ്റീവ് ടിഷ്യൂ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബോണും ഫൈബ്രസ് ടിഷ്യൂവും. അപ്പോൾ ഫൈബ്രസ് ടിഷ്യൂ കണക്ട്സ് അതർ ടിഷ്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ബോൺ എന്ത് വരും? പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ ബോഡി എന്ന് വരും. ഓക്കെ, ദെൻ കണക്റ്റീവ് ടിഷ്യൂ ബ്ലഡ്. അപ്പോൾ സി എന്ന് എഴുതി കൊടുത്ത് എന്ത് വരും? കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയലും അതുപോലെ തന്നെ റെസിസ്റ്റൻറ്റ് ടു ഡിസീസും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? അറേഞ്ച് ദ കോളം ബി ആൻഡ് സി ഇൻ അക്കോർഡൻസ് വിത്ത് കോളം എ വെച്ചിട്ട് ബിയും സിയും ഒക്കെ മാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ മൂഗ, കട്ട്ല, നൊഡിയൻ തന്നിട്ടുണ്ട്. അപ്പോൾ മൂഗ എന്ത് വരും? സിൽക്ക്, സെറികൾച്ചർ. ദെൻ കട്ട്ല മീറ്റ്, പിസികൾച്ചർ. ദെൻ നൊഡിയൻ ഹണി, എപ്പികൾച്ചർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബേസിക് സയൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.